പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുക്കുന്നത് ഇരിങ്ങാലക്കടയിൽ നിന്നുള്ള ചേലൂർ എന്ന സ്ഥലത്തു നിന്നുള്ള ലിജിത തോമസ് എന്ന മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്ന പ്രകാരമാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മോൾക്കാണ്. 5 വർഷമായി എൻ്റെ മോളുടെ കാലിൻ്റെ കണ്ണീര് ഭയങ്കര നീരും വേദനയാണ്. കാണിക്കാത്ത ഒരു ഡോക്ടർമാരില്ല. എല്ലിൻ്റെ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. അവസാനം ഞങ്ങൾ MRI സ്കാൻ ചെയ്തു. സ്കാനിങ്ങിലും എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാൽ എൻ്റെ മോൾക്ക് മറ്റുള്ള കുട്ടികളുടെ പോലെ ഓടിക്കളിക്കാനോ അധിക നേരം നിൽക്കാനോ പറ്റില്ല. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമാണ് അവൾ സ്കൂളിൽ പോവുക. അങ്ങനെ ഇരിക്കെ ഈ മകള് ഭർത്താവുമായിട്ട് ഇരിങ്ങാലക്കുടയിലെ ഒരു ആശുപത്രിയിൽ ഭർത്താവിൻ്റെ രോഗസംബന്ധമായ വിഷയത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഈ അമ്മയ്ക്ക് 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അമ്മ ഡോക്ടറിൻ്റെ അടുത്ത് കാണാൻ കയറുമ്പോൾ ഹസ്ബൻഡുണ്ട്, കൂടെ ഏറ്റവും ഇളയ മകളുണ്ട്. മൂത്ത 2 കുട്ടികളിൽ ഏറ്റവും മൂത്ത മകൾക്കാണ് ഈ കാലുവേദന, കണങ്കാൽ വേദനയുള്ളത്. ഇവർ രണ്ടുപേരും പുറത്തിരിക്കുകയാണ്. ഇളയ കുഞ്ഞ് മാത്രം ഈ അമ്മയോടൊപ്പം OPയിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. പുറത്ത് OPയിൽ മൊബൈലൊക്കെ നോക്കി ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് സഞ്ചാരി മാതാവ് തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് 2 തവണ കടന്നു വന്ന വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ കുഞ്ഞുമകള് 5 കൊല്ലത്തോളമായി ഈ ഒരു പ്രത്യേക രോഗാവസ്ഥയിലൂടെ കടന്നുപോയിട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു. മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ ഈ കുഞ്ഞിന് ഈ കണങ്കാൽ വേദനയുള്ളത് കാരണം ഈ കുഞ്ഞിന് കൂടുതൽ നേരം ഓടിച്ചാടി നടക്കാനോ ഒപ്പം തന്നെ കൂടുതൽ നേരം നിൽക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഒപ്പം തന്നെ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ആഴ്ച 2-3 ദിവസമൊക്കെ മാത്രമേ ഈ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. കാരണം അത്രയും ശക്തമായ വേദനയാണ്, രോഗം നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഭർത്താവിൻ്റെ രോഗസംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ഇരിങ്ങാലക്കുടയിലെ ഒരു ആശുപത്രിയിൽ OPയിൽ ഇവർ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ അമ്മ പറയുന്ന പ്രകാരമാണ് ഈ 2 കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് സഞ്ചാരി മാതാവ് വരികയാണ്. ആ സമയത്ത് എൻ്റെ ഈ മോളും 2ാമത്തെ മോളും മാത്രമാണ് ആ OP കൗണ്ടറിൽ അവിടെ ഇരുന്നിരുന്നത്. ഒരു സിസ്റ്റർ, ഇവർക്ക് അറിയില്ലായിരുന്നു ആ ചില്ലുകൂടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇവർക്കറിയില്ല. അവിടെ ഒരു പള്ളിയുള്ളത് ഇവർക്കറിയാം, പക്ഷെ ആ ചില്ലിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവർക്ക് അറിയാനുണ്ടായിരുന്നില്ല. അവിടെ വലിയൊരു തിരുഹൃദയത്തിൻ്റെ രൂപം ഇരിക്കുന്നുണ്ടായി. ആ രൂപത്തിൻ്റെ അരികിൽ നിന്ന് ഒരു സിസ്റ്റർ ഇവരുടെ അരികിലേക്ക് വന്ന് എൻ്റെ 2ാമത്തെ മോളോടും ഈ മോളോടും പേര് ചോദിച്ചു. പേര് ചോദിച്ചതിന് ശേഷം ഈ മോളോട് ചോദിച്ചു, മോളെ നിൻ്റെ കാലുവേദന എങ്ങനെയാ കുറഞ്ഞോ എന്ന് ചോദിച്ചു. മോള് പറഞ്ഞു, ഇല്ല സിസ്റ്റർ, എനിക്ക് അതിശക്തമായ വേദനയുണ്ട്, എനിക്ക് പറ്റണില്ല, വേദന ഉണ്ടെന്ന് പറഞ്ഞു. മോൻ ഉണ്ണീശോയോട് പ്രാർത്ഥിക്ക്, നിന്റെ വേദന മാറും, 9 ദിവസത്തിനുള്ളിൽ നിന്റെ വേദന മാറും പറഞ്ഞ സിസ്റ്റർ ചില്ല് തുറന്ന് അങ്ങോട്ട് കയറി. അതെന്താന്ന് ഇവർക്ക് അറിയില്ല. ഇവരിരുന്ന് വീണ്ടും ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞുമക്കളായതുകൊണ്ട് ഇവർക്ക് ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല. നമ്മളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ആശ്ചര്യത്തോടു കൂടി ട്രാൻസിലാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഇത്. കുഞ്ഞുമക്കൾ വീണ്ടും അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും ദൈവമാതാവ് ഈ കുഞ്ഞ് അമ്മയോട് അതിനെ പറ്റി പറയുന്ന ഒരു സിസ്റ്റർ വരുന്നതാണ്. നിമിഷങ്ങൾക്ക് ശേഷം ആ സിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു വന്ന് ചിരിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു, മോളെ, അന്നമോളെ എന്ന് വിളിച്ചാണ് ഇവളുടെ അടുത്തേക്ക് വന്നത്. വിളിച്ചു വന്ന് ഇവളുടെ ശിരസിൽ കൈവച്ച് ആ കൈ എടുക്കാതെ തന്നെ നെറുകയിൽ കുരിശ് വരച്ചതിന് ശേഷം സിസ്റ്റർ പറഞ്ഞു, ഇന്നേക്ക് 9 ദിവസത്തിനുള്ളിൽ മോനെ നിന്റെ കാലുവേദന മാറും, മാറിക്കഴിഞ്ഞാൽ നീ എന്നോട് പറയണം എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ ഫ്രണ്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. ഫ്രണ്ടിലും ഒരു വലിയൊരു മാതാവിൻ്റെ രൂപമുണ്ട്. ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ 2 മക്കൾ ഓടി വന്ന് പറയണത് ഈ സിസ്റ്റിനെ കുറിച്ചാണ്. അവർക്ക് സിസ്റ്റിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല അവർക്ക്. ഞാൻ പറഞ്ഞു, മോനെ, അത് ഒരിക്കലും സിസ്റ്റല്ല, അത് സഞ്ചാരി മാതാവ് തന്നെയാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കരങ്ങി പറഞ്ഞിരുന്നു എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട്, അമ്മേ നീ വന്ന് തൊട്ട് സുഖപ്പെടുത്താതെ എൻ്റെ മോളുടെ മാറിയില്ല എന്നുള്ളത്. ഈ അമ്മ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2022 ഡിസംബർ മാസമാണ് ആദ്യമായിട്ട് കൃപാസനത്തിന് ഉടമ്പടി തൈലം
പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ നിന്ന് നമ്മൾ ദിവ്യകുർബാന അർപ്പിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ വെഞ്ചരിച്ച് നൽകുന്ന ആ തൈലം കാലിൽ പുരട്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചത്. അന്ന് തന്നെയാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്ന്. ഈ കുഞ്ഞു മകൾക്ക് കിട്ടിയ ദൈവാനുഭവത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആ കൊച്ചുമകളുടെ സഹനത്തിലൂടെ എന്തുമാത്രം ആ മകൾ വിശുദ്ധീകരിക്കപ്പെട്ടു, ദൈവമാതാവ് അടുത്ത് വരാനുള്ള ഒരു കൃപ ആ മകൾ ആർജിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കടന്നു വരുമ്പോൾ ഇത്രയേറെ വലിയൊരു ദൈവാനുഭവം ഈ കുഞ്ഞുമക്കൾ വീട്ടുകാരോട് വിവരിക്കുമ്പോഴും ഈ ലിജിത എന്ന മകൾ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിന് വേണ്ടത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മകനെ ഈ കൃപാസനം എന്ന പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് ആനയിക്കാൻ ദൈവമാതാവ് വീണ്ടും ഈ കുടുംബത്തിൽ നിന്ന് സഹനങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഈ ലിജിത എന്ന മകൾക്ക് തന്നെ വന്ന ഒരു വലിയ രോഗാവസ്ഥയിലൂടെയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ സാക്ഷിയാണ്. 10 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ വയറ് വലുതാവാൻ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും എൻ്റെ വയറ്റിൽ. ഡോക്ടർമാരെ കാണിച്ച് എന്തെങ്ങനെ വരണേന്ന് എനിക്ക് അറിയണില്ല. പക്ഷെ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു എൻ്റെ വയറിൻ്റെ പേശികൾക്ക് ബലക്കുറവാണ്, വയറിൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പ് വീണിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നിടത്തോളം ആ ഗ്യാപ്പ് അവിടെ നിൽക്കും, അതല്ലെങ്കിൽ ആ ഗ്യാപ്പ് അകന്നുകൊണ്ടിരിക്കും. സോ ഇൻറ്റേർണൽ ഓർഗൻസ് ഈ ഗ്യാപ്പിൽ കൂടി വെളിയിലേക്ക് വരാം. ഡോക്ടേഴ്സ് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാണ്, അത് ഇങ്ങനെ പ്രൊട്രൂഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരും. കാരണം ഈ അമ്മയുടെ സ്ഥിതി അത്ര മോശമാണ്. ഈ അമ്മ പറയുന്നുണ്ട് ഈ ഒരു രോഗാവസ്ഥയുണ്ട്, പേശികൾക്ക് തളർച്ചയുള്ളതുകൊണ്ട് ഒരു 15 മിനിറ്റ് നടന്നാൽ പോലും വല്ലാതെ ബോഡി തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. എന്നിരുന്നാൽ പോലും ആദ്യം തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ഈ ഒരു പ്രത്യേകമായ അസുഖത്തിന് വേണ്ടി മകൾ സ്വീകരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വീട്ടുകാരുടെ അനുവാദം ഇല്ലായിരുന്നിട്ട് പോലും ഈ അമ്മ അഖണ്ഡ ജപമാല മഹാറാലിയിൽ കാൽനടയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അമ്മ പറയുകയാണ്, അഖണ്ഡ ജപമാല മഹാറാലിക്ക് ശേഷം പ്രകടമായ വ്യത്യാസങ്ങളാണ് എൻ്റെ ബോഡിയിൽ കണ്ടു തുടങ്ങിയത്. വയറ് ചൊട്ടുന്നത് ഭർത്താവ് നേരിൽ കാണുകയായിരുന്നു. ഇത്രയും നാൾ ഞാൻ മരുന്ന് കഴിച്ചിട്ടും എൻ്റെ വയറ് കുറയേ എൻ്റെ വെയിറ്റ് കുറേ ചെയ്യാണ്ട് വെയിറ്റ് കൂടണം ചെയ്തേർന്നേ. പക്ഷേ ഈ റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഓരോ കിലോ ഞാൻ കുറയാൻ തുടങ്ങി. കുറഞ്ഞത് മുഴുവൻ എൻ്റെ വയറ്റിൽ നിന്ന് തന്നെയാണ്. ഞാൻ വിശ്വസിച്ചു, കാരണം എൻ്റെ വയറ് കുറയുന്നുണ്ടെങ്കിൽ എൻ്റെ രോഗം പൂർണ്ണമായി മാറുന്നു എൻ്റെ വിശ്വാസമാണ്. എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചാൽ നമുക്ക് കുടുംബസമേതം അമ്മയുടെ അരികിലേക്ക് വരാമെന്ന്. വ്യക്തമായ ഒരു അടയാളത്തോടു കൂടി ഒരു സാക്ഷ്യമായതുകൊണ്ട് ഭർത്താവിനും കൃപാസന മാതാവിൽ വിശ്വാസമായി. അപ്പോൾ ഈ അമ്മ പറയുന്ന പ്രകാരമാണ്, എനിക്കറിയാമായിരുന്നു എൻ്റെ ഒരു രോഗാവസ്ഥ എൻ്റെ ഭർത്താവിനെയും വീട്ടുകാരെയും ഒന്നടങ്കം കൃപാസന മാതാവിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിർത്താനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും, അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, അങ്ങനെ അവൻ നിന്നെ മഹത്വപ്പെടുത്തുമെന്ന്. വലിയൊരു സുവിശേഷ ഭാഗമാണിത്. ഈ ഒരു വലിയ വചന സാക്ഷാത്കാരമാണ് ഈ അമ്മ പറയുന്നത്. എന്തിനാണ് എന്നെ ഇങ്ങനെ രോഗിണിയാക്കിയതെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എൻ്റെ ഭർത്താവിനെ കുടുംബത്തെ മുഴുവനും ഈ അൾത്താരയിൽ നിർത്തുക എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന്. അത്ഭുതകരമായി ആ മകൾക്ക് രോഗസൗഖ്യം കിട്ടി. ബോഡിയിൽ അത് ബോധിച്ചപ്പോൾ ഈ മകള് പറയുകയുണ്ടായി, അതായത് കൃപാസനത്തിൽ സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് സഹിതം വരണം. അങ്ങനെ ഈ മകൾ പോയി 2ാമത് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ സ്കാൻ ചെയ്തത് മുമ്പ് പറഞ്ഞപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, 3 ഡോക്ടേഴ്സ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പേശികൾക്ക് ബലം കുറവാണ്, വയറിന് നടുക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ചേച്ചിയുടെ വയറ്റിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് എന്ന് പറയാനില്ല, പേശികൾക്ക് ഒരു ചെറിയൊരു ബലത്തിൻ്റെ ഇതിലാന്ന് വെച്ചാൽ ചേച്ചിയുടെ 3 പ്രസവം കഴിഞ്ഞതല്ലേ, അതൊരു എക്സസൈസ് ചെയ്താൽ മാറും. ഈ ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത് 2 തിരുവചന ഭാഗങ്ങളാണ്.
ഒന്നാമതായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായത്തിൽ റോമായിലേക്കുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ കപ്പൽ യാത്ര. അവിടെ ദൈവദൂതൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, യാത്ര മുമ്പോട്ട് പോകരുത്, നിങ്ങളെല്ലാവരും നശിക്കുമെന്ന്. പക്ഷെ കൂടെയുള്ളവർ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്ക് കേൾക്കുന്നില്ല. അവർ മുമ്പോട്ട് പോകുന്നു, കപ്പൽ അപകടത്തിൽപ്പെടുന്നു. പക്ഷേ പൗലോസിനെ പ്രതി ആ കപ്പലിൽ ഉള്ളവരെയും പൗലോസിന് ഉൾപ്പെടെയുള്ളവരെ ദൈവം സംരക്ഷിക്കുന്ന വലിയൊരു വചനഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിന്നോട് കൂടെയുള്ളവരെയും ദൈവം സംരക്ഷിക്കും, നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. ഇത് നമ്മൾ വചന ധ്യാന വിഷയത്തിനെടുക്കേണ്ട വലിയൊരു തിരുവചന ഭാഗമാണ്. നിന്നോട് ഒപ്പമുള്ളവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന്. കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ അമ്മമാർ അല്ലാത്തവരും അപ്പന്മാരും മക്കളും മാതാപിതാക്കളെ പറ്റിയൊക്കെ പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഞങ്ങൾ ഇത്ര വർഷങ്ങളായി ഉടമ്പടിയിലാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകടമായി ഇന്നേ വരെ ഒരു അടയാളങ്ങൾ അല്ലെങ്കിൽ ദൈവാനുഭവങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് വർഷങ്ങളായിട്ട് കൂദാശ ജീവിതം ഇല്ലാത്ത വ്യക്തികളാണ്. ഒരുപാട് മക്കൾ കൊറോണയ്ക്ക് ശേഷം ഇനിയും ദേവാലയങ്ങളിൽ കയറാത്തവരുണ്ട്. ഇവരോടൊക്കെ ഇപ്പോൾ ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ഇതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 24-ാം തിരുവചനം, നിന്നോടൊപ്പമുള്ളവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അതെ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്നുണ്ടെങ്കിൽ, നിന്നെ പ്രതിയാണ് ദൈവം ഇതെല്ലാം ചെയ്തു തരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 17-ാം തിരുവചനം ഒരു ശക്തമായ ഒരു തിരുവചന ഭാഗമുണ്ട്. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും, കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. ഈ അമ്മയ്ക്ക് വ്യക്തമായ ഒരു ആധ്യാത്മിക ജീവിത അടിത്തറയുണ്ട്. ഈ ഒരു ആധ്യാത്മിക ആസ്തിയുടെ ആ ഒരു ബലത്തിലാണ് ഈ മകള് പറയുന്നത്, എനിക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ആക്കിയിരിക്കുന്നത്. ഇതുപോലെ നമ്മളും ജീവിതത്തിൻ്റെ വിവിധ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മളെ പ്രതി നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനാണ്, ശക്തീകരിക്കാനാണ്, വലിയ വലിയ അടയാളങ്ങളിലേക്ക് നമ്മളെ നയിക്കുവാനാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഉടമ്പടി എടുത്ത ഓരോ മകനും മകളും വളരാം എന്നാണ് ഈ സാക്ഷ്യം നമ്മളോട് പറയുന്നത്. അതായത്, നിന്നെ പ്രതി ഈ കുടുംബത്തെ ഞാൻ രക്ഷിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഒരു മാനസാന്തരം ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ വിഷമിക്കുന്നത് ആ ഒരു വിഷയത്തെ പ്രതിയായിരിക്കാം. അവർക്കുള്ളൊരു വലിയ സമാശ്വാസ വചനമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 14-ാം തിരുവചനം. 2 കൊരിന്ത്യർ 4:14 തിരുവചനം. വചനം ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അതെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും യേശുവിൻ്റെ നാമത്തെ പ്രതി, യേശുവിൻ്റെ രാജ്യ വികസനത്തിന് വേണ്ടി, ദൈവരാജ്യ വികസനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ആനുകൂല്യത്തെ പ്രതിയാണ് നിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും ദൈവം വലിയ കരുണ കാട്ടുന്നത്. അതാണ് 2 കൊരിന്ത്യർ 4:14 തിരുവചനം. കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അവരോടൊപ്പം നിങ്ങളെയും ഉയർപ്പിക്കുമെന്നും അവിടുത്തെ വലതുഭാഗത്തിരുത്തുമെന്നും ഞങ്ങൾക്കറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവ പൈതലെ, നമ്മൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി അതൊരു നിത്യജീവിതത്തിലേക്കുള്ള വലിയൊരു യാത്രയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച്, സ്വർഗത്തിൻ്റെ വാതിലായ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാനുള്ള ഈ ഭൂമിയിലായിരുന്നു കൊണ്ടുള്ള നമ്മുടെ ഒരു വലിയ യാത്ര. ഈ യാത്രയിൽ
ദൈവം നമുക്ക് ചേർത്ത് നൽകുന്നവരെയെല്ലാം, അത് നമ്മുടെ കുടുംബാംഗങ്ങളാകാം, നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ മാനസാന്തരത്തിലൂടെ കിട്ടുന്ന ആത്മാക്കളെയും കൊണ്ട്, ഒപ്പം തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഒരു ഫലസമൃദ്ധി ലഭിക്കുന്നതിനുള്ള വലിയൊരു ഉൾക്കാഴ്ച തീർത്തും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. അതാണ് ഈ ഒരു വലിയ സാക്ഷ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത്. നിൻ്റെ ഓരോ സഹനങ്ങൾക്കും ഓരോ കണ്ണുനീരിനും ദൈവത്തിരുസന്നിധിയിൽ വലിയ വിലയുണ്ട്. ദൈവം തീർച്ചയായിട്ടും വലിയ അടയാളങ്ങളിലൂടെ, സ്വർഗീയ സാന്നിധ്യത്തിലൂടെ നമ്മളെയും സന്ധിക്കും എന്ന് നമുക്ക് മരിയൻ ഉടമ്പടി വഴി ഉറപ്പാക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ കുഞ്ഞു മക്കൾക്ക് 2 തവണയാണ് സഞ്ചാരി മാതാവ് തൻ്റെ സ്വർഗീയ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് 9-ാം ദിവസം സമയത്തിൻ്റെ മേലുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥ സ്വാധീനത്തെ, ഇടപെടലിനെ, അധികാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ സന്ദർശിച്ചിരിക്കുന്നു, മകളുടെ അസുഖം സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞത്. ഈ ഒരു സന്ദേശം നമുക്കും സ്വമനസ്സ സ്വീകരിച്ചുകൊണ്ട്, ഈശോയെ, ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത ദുരിതങ്ങളിലും പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ നീ സന്ദർശിച്ച് പരിശുദ്ധാത്മാവിൽ നിറച്ചതുപോലെ ഞങ്ങളുടെ ഓരോരോ ജീവിത സാഹചര്യങ്ങളിലേക്കും നീ കടന്നു വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി, ഞങ്ങൾക്ക് ആശ്വാസ വചനം നൽകി, ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയം നീ കുറിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതല്ല, ഈ സഹനം ഈശോയെ നീണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മധൈര്യം നൽകി, പരിശുദ്ധാത്മ അഭിഷേകവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആവേ മരിയ.